നമ്മുടെ ഇടയിൽ ഭൂരിപക്ഷത്തിനും ഏതെങ്കിലും ഒരു തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളുണ്ട്. ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ഡയബറ്റിസ്, അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ, അതുപോലെ ഹൈ കൊളസ്ട്രോൾ, അതുപോലെ തന്നെ അമിതവണ്ണം, ഇവയാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഭൂരിപക്ഷം ആളുകളിലും കാണുന്നുണ്ട്. പക്ഷേ പല ആളുകളും ഈ പ്രശ്നങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും തരത്തിൽ മരുന്ന് കഴിച്ച് അതിനൊരു പരിഹാരം കണ്ടെത്താനാണ് ശ്രമിക്കുന്നത്. എന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം ജീവിതശൈലി രോഗങ്ങളാണെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. ജീവിതശൈലി രോഗങ്ങൾ എന്നതിന് പേരിടാനുള്ള പ്രധാന കാരണം തന്നെ നമ്മുടെ ജീവിതശൈലിയിലുള്ള കുഴപ്പങ്ങൾ കൊണ്ടാണ് ഈ രോഗങ്ങൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇതിനെ നിയന്ത്രിക്കാൻ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ജീവിതശൈലി നിയന്ത്രണമാണ്. അപ്പോൾ ജീവിതശൈലിയിൽ നമ്മൾ ആദ്യം തന്നെ ഇത്തരം രോഗങ്ങൾ നമുക്ക് കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് മരുന്ന് കഴിക്കുക എന്നുള്ളതല്ല, പകരം നമ്മുടെ ജീവിതശൈലി നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അതൊന്ന് ക്രമീകരിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഭക്ഷണം ഒന്ന് ക്രമീകരിക്കുക. സമയത്ത് ഭക്ഷണം കഴിക്കുക, അതുപോലെ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുക. ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറച്ച്, പ്രോട്ടീൻ്റെ അളവ് കൂട്ടുക, ധാരാളം വെള്ളം കുടിക്കുക. ഇത്തരം കാര്യങ്ങൾ ഭക്ഷണത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകണം. അതുപോലെ സ്ഥിരമായിട്ടൊരു എക്സസൈസ് നമ്മൾ ചെയ്യുക. ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു 45 മിനിറ്റ് നടക്കുകയെങ്കിലും ചെയ്യുക. ഈ ഒരു എക്സസൈസ് റുട്ടീന് നമ്മൾ സ്ഥിരമായിട്ട് ഈ രോഗങ്ങൾ ഉണ്ടെങ്കിൽ കൊണ്ടുവരേണ്ടതാണ്. അതുപോലെ തന്നെ കൃത്യസമയത്ത് ഉറങ്ങുക. പിന്നെ നമ്മുടെ ഓഫീസ് സംബന്ധിച്ചോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലോ എന്തെങ്കിലും തരത്തിലുള്ള ടെൻഷനുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ടെൻഷൻ ഒഴിവാക്കാനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തുക. അതോടൊപ്പം തന്നെ നമ്മൾ മെഡിറ്റേഷൻ, പ്രാണായാമം ഇതുപോലുള്ള മാർഗങ്ങളിലൂടെ നമ്മുടെ മനസ്സ് കാമാക്കാനുള്ള വഴികളൂടി കണ്ടെത്തുക. ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് ഈ ജീവിതശൈലി രോഗങ്ങളെ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ഇത്തരം കാര്യങ്ങൾ ചിട്ടയായി ചെയ്തിട്ടും നമ്മുടെ ഈ ജീവിതശൈലി രോഗങ്ങളുടെ റേറ്റ് വളരെ കൂടുതലായിട്ട് നമുക്ക് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം അത് മരുന്നിലൂടെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ജീവിതശൈലി ചിട്ടപ്പെടുത്തുകയാണ് ഈ രോഗ നിയന്ത്രണത്തിന് പ്രധാനമായിട്ട് വേണ്ടത്.